ഹലോ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തമ്പ്നെയിൽ കണ്ടപ്പോൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ആ ഒരു എന്താ പറയുക ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2 പ്ലാനാണുള്ളത്. ഒന്ന് റീസെല്ലിങ്ങിൻ്റെ ഓപ്ഷനാണ്, രണ്ടാമത്തത് റീസെയിലിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ രണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റീസെല്ലിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. എല്ലാ ആളുകൾക്കും ഉണ്ടാവില്ലേ ഒരാഗ്രഹം, നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 10 പൈസ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ്, ഇപ്പോൾ ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള സ്പെഷ്യൽ സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിലൊക്കെ വേറെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ വിഷമിച്ച് വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്ത്രീകളെയാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് പറയുന്നതും. ഈ റീസെല്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1 രൂപ പോലും ചിലവ് വരുന്നില്ല. ആകെ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇതിന് നമുക്ക് ടാർജറ്റ് ഇല്ല. അതുപോലെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരണം, ഇങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ല. നിങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാളില്ല എന്നർത്ഥം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഏൺ ചെയ്യാനൊരു മൂഡില്ല, അല്ലെങ്കിൽ ഇന്ന് വർക്ക് ചെയ്യാൻ ഒരു മൂഡില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, വേണ്ട. അതാണ് നമ്മുടെ ഒരു ലൈൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ മാത്രമാണ് ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം അതിൽ ജോയിൻ ചെയ്യുക. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സും അല്ലാണ്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും ഒക്കെ കൂടെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം റേറ്റ് ആയിരിക്കില്ല ഗ്രൂപ്പിലിടുന്നത്, അതിനേക്കാളും കുറഞ്ഞ റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ഐറ്റത്തിൻ്റെ പിക്ചറും കിട്ടും, അതുപോലെ തന്നെ റേറ്റും കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ്, നിങ്ങൾക്ക് ഏത് മീഡിയം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഇപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും, ഇനിയിപ്പോൾ കസ്റ്റമറിന് നിങ്ങൾക്ക് നേരിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോസ് ഡയറക്റ്റ്ലി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ആയാലും നിങ്ങൾ കസ്റ്റമറിലേക്ക് ഈ പ്രൊഡക്ട്സ് എത്തിക്കുക, അവരുടെ ഓർഡർ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 500 രൂപയാണ് നമ്മളൊരു പ്രൊഡക്റ്റിന് പറയുന്നതെന്ന് വിചാരിക്കുക. വളരെ ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു പ്രൊഡക്റ്റിന് 500 രൂപയാണെന്നിരിക്കട്ടെ. ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് റീസെല്ലിങ്ങിൻ്റെ റേറ്റാണ് 500 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് അത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ഏരിയ അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് മോഡലിനനുസരിച്ച്, ഇനി അതും അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് ഉണ്ട് റേറ്റ് എത്രയായാലും പ്രശ്നമില്ല, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ എന്ന് ചിന്തിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റീസെല്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത് 500 ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 600-ന് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കസ്റ്റമറിനെ നിങ്ങൾ കാണിക്കുമ്പോൾ, കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ തന്നു എന്ന് വിചാരിക്കുക, 600-നാണ് കസ്റ്റമർ ഓർഡർ തരുന്നത്. അപ്പോൾ നിങ്ങൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന സമയത്ത് 600 പ്ലസ് ഷിപ്പിംഗ്, ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യുന്ന എമൗണ്ടാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു 50 രൂപയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ടോട്ടൽ നിങ്ങൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് 600 പ്ലസ് 50 എന്നുള്ള ഷിപ്പിംഗ് ചാർജ് കൂടെ കൂട്ടി 650 ആണ് വാങ്ങിക്കേണ്ടത്. അങ്ങനെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഐദർ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കസ്റ്റമറിനോട് ഡയറക്റ്റായിട്ട് ഇട്ട് തരാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ കമ്മീഷൻ നമ്മളിവിടുന്ന് തിരിച്ചയക്കും. അതല്ല നിങ്ങളായിട്ട് വാങ്ങിച്ചിട്ടാണ് നമുക്ക് അയച്ചു തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് 500 പ്ലസ് 50 550 മാത്രമാണ് നമുക്ക് അയക്കേണ്ടതുള്ളൂ. ഇനി ചിലവരുണ്ടാവുമല്ലോ, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ നമ്പർ അറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് അറിയാം, അപ്പോൾ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അയച്ചിട്ട് നമ്മൾ നിങ്ങളുടെ കമ്മീഷൻ തിരിച്ചയക്കുന്നതായിരിക്കും. അത് എങ്ങനെയായാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കളക്ട് ചെയ്യുക. അതിനുശേഷം കസ്റ്റമറിൻ്റെ അഡ്രസ്സ് നമുക്ക് ഡയറക്റ്റ് തരാം. നമ്മളിവിടുന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത്, അതായത് കസ്റ്റമറിൻ്റെ അഡ്രസ്സിലേക്ക് നമ്മളിവിടുന്ന് ഡയറക്റ്റായിട്ട് അയക്കുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നു, നിങ്ങൾ പിന്നെ കസ്റ്റമറിന് അയക്കുമ്പോൾ വീണ്ടും ഷിപ്പിംഗ് ചാർജ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവില്ലേ. അപ്പോൾ അത് വേണ്ട, നമുക്ക് കസ്റ്റമറിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് തന്നാൽ നമ്മളിവിടുന്ന് നേരിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് 100 രൂപ കിട്ടി. ഒരു മാസം നിങ്ങൾക്കൊരു 30 ഓർഡർ ഇതുപോലെ ചെയ്യാൻ പറ്റിയാൽ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? 3000 രൂപ ഉണ്ടാക്കാം. ഇനി കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടിട്ട് നമുക്കൊരു
എന്താ പറയുക ഒരു 50 അല്ലെങ്കിൽ ഒരു 60 ഓർഡറൊക്കെ ഒരു മാസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര രൂപ നിങ്ങൾക്ക് ഒരു 5000 6000 രൂപ മിനിമം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കില്ല ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ 50 60 ഓർഡറൊക്കെ ഒരു മാസം ഒപ്പിക്കുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമൊന്നും ആയിരിക്കില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ചുമ്മാ നമ്മൾ വീട്ടിലിരുന്ന് റീൽസ് കണ്ടും അല്ലെങ്കിൽ എന്താ പറയുക ചുമ്മാ കിടന്ന് ഉറങ്ങിയും അതുമല്ല വെറുതെ മനസ്സിൽ തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നമുക്ക് അല്ലേ വെറുതെ ടെൻഷൻ അടിക്കുന്ന ആ ഒരു സമയം കൊണ്ടൊക്കെ ഇതുപോലെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മുടെ ആ സമയങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കാര്യമല്ലേ. അതും ഒരു രൂപ പോലും ചിലവില്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്ക് വളരെ എന്താ പറയുക സിമ്പിളായിട്ട് ടെൻഷൻ ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു വർക്കിന് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ, ടെൻഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. പിന്നെ അതുപോലെ നമ്മളെ എന്താ പറയുക മോണിറ്റർ ചെയ്യാൻ ഒരാളില്ല. നിങ്ങൾ ഇത്രയും ചെയ്യണം, ടാർഗറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു 1000 രൂപ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ മതി. ഇനി അതല്ല കുറച്ച് കൂടുതലായിട്ട് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് കൂടുതലായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പല രീതികളുണ്ട് ഇന്നത്തെ കാലത്ത് അല്ലേ. ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടും ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. പല ടൈപ്പ് റണ്ണിങ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. പിന്നെ കൂടാതെ 3 പീസ് സെറ്റ്, അതുപോലെ 2 പീസ് സെറ്റിൻ്റെയൊക്കെ മെറ്റീരിയൽസ് മാത്രം, പിന്നെ നൈറ്റി ബിറ്റ്സ്, അതുപോലെ തന്നെ നൈറ്റി, ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തത്, അതുപോലെ കുർത്തീസ് പല ടൈപ്പ് ഉണ്ടാവും. എ ലൈൻ ഉണ്ടാവും, സ്ലിറ്റഡ് ഉണ്ടാവും, ചിലപ്പോൾ 2 പീസ് ഉണ്ടാവും, 3 പീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഉള്ളത്, ഹാൻഡ് വർക്ക് ഇല്ലാത്തത്, പ്ലീറ്റഡ്, അങ്ങനെയുള്ള പല പല പാറ്റേൺസിൽ നമുക്ക് വരാനുണ്ട്. അതുപോലെ കോട്ടൺ ലൈനിങ് ഉള്ളത്, അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിനി വരാനുണ്ട് കേട്ടോ. ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പതുക്കെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഐറ്റംസിൻ്റെ വീഡിയോസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് വരാനുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ റീസെല്ല് ചെയ്ത് നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ്. 1 രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടുന്നതായിരിക്കും. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഫുള്ള് കാണാൻ പറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. പിന്നെ നമുക്കിനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റീസെയിലിൻ്റെ ഓപ്ഷനാണ്. റീസെയിൽ എന്ന് പറയുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇനിയിപ്പം പറയുന്നില്ല, കാരണം ഇപ്പം തന്നെ ഒരു 7-8 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറഞ്ഞു വരുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പം ഇതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മറ്റതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പാർട്ട് 2 പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.